കൂട്ടുകാരെല്ലാവർക്കും സുമേഷേട്ടൻ അവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുമേഷാണ് കേട്ടോ പാലക്കാട്. ഇന്നത്തെ വിശേഷം എന്താണെന്നല്ലേ, കാലത്ത് അതിരാവിലെ തന്നെ നേരത്തെ എണീറ്റപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ സമാധാനമായിട്ട് ഒരു ചായ കുടിക്കാൻ തോന്നി വീടിൻ്റെ ഇടതുവശത്തെ കോർണറിലോട്ടൊന്ന് പോയി. അപ്പോൾ ചായയുമായി മധുരപ്ലാവിൻ്റെ തൊട്ട് താഴെ നിന്ന് ചായ കുടിക്കുമ്പോൾ പഴുത്ത ചക്കയുടെ മണം മൂക്കിൽ വന്നിട്ട് അടുത്ത് നിന്ന് നോക്കുമ്പോൾ അണ്ണാറുകണ്ണം കുറേയൊക്കെ അടിച്ച് താഴെയിട്ടിരിക്കുന്നു. എന്നാൽ പിന്നെ അവൻ മാത്രം ഒറ്റയ്ക്ക് തിന്നണ്ടെന്ന് കരുതി കയ്യിൽ കിട്ടിയ കയറുമായി നേരെ പ്ലാവിൻ്റെ മുകളിലോട്ട് വലിഞ്ഞങ്ങ് കയറി ഒരു 10 എണ്ണം അങ്ങ് താഴോട്ടിറങ്ങി. 1-2 പഴുത്തൊരു ഭാഗം ചീഞ്ഞിരിക്കുന്നുണ്ട്. അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചുളയും കിട്ടും. അതുപോലെ തന്നെ ഈ പഴുത്തളഞ്ഞു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുരുക്കൾ നമുക്ക് നല്ലപോലെ കിട്ടും. ഈ പഞ്ഞ മാസങ്ങൾ, അതായത് കാശിന് ദാരിദ്ര്യമുള്ള മാസങ്ങളിലൊക്കെ നമുക്കിത് ഈ കുരു അങ്ങ് പുഴുങ്ങി കഴിക്കാം, അതുപോലെ തന്നെ കറി വെച്ചും കഴിക്കാം കേട്ടോ. അപ്പോൾ അതെ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആളുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കക്കുരു കറി വയ്ക്കുമ്പോൾ അതിനൊപ്പം ചക്കക്കുരു മുരിങ്ങയിലയും കൂടിയിട്ടാണ് കറി വയ്ക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൽ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി അങ്ങ് കുറച്ച് അധികം അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് അതിനൊരു പരിഹാരമാണ് കേട്ടോ. നമ്മുടെ പ്ലാവായതുകൊണ്ട് പൂഴ്ത്തി പറയുകയല്ല, ചക്ക കഴിച്ചവരാരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല. നല്ല മധുരവും സാമാന്യം വലിപ്പവും സ്വർണ്ണ നിറത്തിൽ തേനൂറും ചക്കച്ചുളയുമുള്ള നമ്മുടെ നാട്ടിൻപുറത്തെ ഈ പ്ലാവിന് വിലയാണെങ്കിലോ, ഈ പ്ലാവിൽ ഉണ്ടാകുന്ന ചക്കയ്ക്ക് വിലയാണെങ്കിലോ തുച്ഛം, ഗുണമോ മെച്ചം. ക്യാൻസറിനെ വരെ പ്രതിരോധിക്കുന്ന ഈ ചക്കപ്പഴം ഉണ്ടാക്കുന്ന പ്ലാവിനെ ശ്രദ്ധിക്കണം. ഈ ചക്കപ്പഴം ഉണ്ടാകുന്ന ഈ പ്ലാവിനെ പരിപാലിക്കാൻ കുറച്ച് പാടാണ്. കാറ്റടിക്കുന്ന മാസങ്ങളിൽ കണ്ടമാനം വിളവൊഴിക്കുന്നൊരു സ്വഭാവമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കഴുനിമരത്തിൻ്റെ ഇല, അതുപോലെ തന്നെ മാവിൻ്റെ ഇലയൊക്കെ ഒരുപാട് പൊഴിയുന്നൊരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പൊഴിക്കാൻ തുടങ്ങുന്നത് പ്ലാവിൻ്റെ ഇലയാണ്. അത്യാവശ്യം ചാറ്റൽ മഴയും കാര്യങ്ങളും ഒക്കെ ഉള്ള ടൈമിലാണെങ്കിൽ കുറ്റിച്ചൂട് കൊണ്ടടിച്ചാൽ പോലും ഈ ഇല നമുക്ക് മുറ്റത്തുനിന്ന് തൂത്ത് കളയാനായിട്ട് പറ്റത്തില്ല. മുറ്റത്തുനിന്ന് തൂത്ത് കളയാൻ കഴിയില്ല. ഇതിൻ്റെക്ക് തേക്കിൻ്റെ ഇല പൊഴിക്കുന്നൊരു സമയമുണ്ട്. തേക്കിൻ്റെ ഇല പൊഴിയുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആണാലിപ്പാമ്പിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി അത് ഈ തേക്കിൻ്റെ ഇലയുടെ അടിഭാഗത്ത് അങ്ങ് പോയി കിടക്കും ചുരുണ്ട് കൂടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പുളിമരത്തിൻ്റെ ഇല കണ്ടമാനം പൊഴിയുന്നൊരു സമയമാണ്. അപ്പം മൺമുറ്റങ്ങളിലൊക്കെ ഇതിനൊക്കെ അടിച്ച് വാരി കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പാടാണ്, ചില്ലറ കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ വീട് വിട്ട് മുറ്റം മാത്രം ഏകദേശം 2-3 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് നല്ലപോലെ അറിയാം, പറയേണ്ട കാര്യമില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആണുങ്ങൾക്കും അറിയാം ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെയധികം ശരിയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മച്ചന്മാർ ഇന്നത്തെ വീഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൺ ടൈമിലാക്കി വെച്ചതിന് ശേഷം വീഡിയോ കാണുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക.